രാഷ്ട്രീയ ഇസ്ലാം ഉണ്ടെന്ന പി ജയരാജന്റെ പരാമർശത്തിൽ കോൺഗ്രസിലും സിപിഎമ്മിനും എതിരെ ദീപിക മുഖപ്രസംഗം. ഇസ്ലാമിക തീവ്രവാദത്തിന് സിപിഎമ്മും കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണ്. പി ജയരാജന്റെ പുസ്തകം കേരളം ചർച്ച ചെയ്യണം. പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ സിപിഎം കാണാനിടയില്ല എന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഈ തരത്തിൽ പിയുടെ പുസ്തകം പി ജയരാജൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇവിടെ സംഘപരിവാറുകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നത് അവരാണ് ഈ വാർത്ത ഏറ്റുപിടിച്ച് പ്രതികരണം നടത്തിയത്. ഇപ്പോൾ ഇതാ സഭയിൽ നിന്നും സമാനമായ പ്രതികരണങ്ങൾ വരികയാണ്. എന്താണ് ദീപിക മുഖപ്രസംഗത്തിൽ ഉള്ള പരാമർശം? തീർച്ചയായും സ്മൃതി, ഇപ്പോൾ സഭയുടെ മുഖപത്രത്തിലും ഇത്തരത്തിലൊരു മുഖപ്രസംഗം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. പി ജയരാജൻ്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തെയും അതിനോടനുബന്ധിച്ച് അദ്ദേഹം നടത്തിയ സംസാരത്തെയും അധികരിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ദീപിക, ഇസ്ലാമിക തീവ്രവാദം കോൺഗ്രസിനും സിപിഎമ്മിനെതിരെ വളരെ ശക്തമായ വിമർശനമാണ് ദീപിക ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തിന് സിപിഎമ്മും കോൺഗ്രസും ഒരുപോലെ വളം വെച്ച് കൊടുക്കുകയാണ് കേരളത്തിൽ, വളം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. ഇപ്പോഴും അത് തുടരുന്നു. പലവട്ടം ഇത്തരത്തിൽ തീവ്രവാദം വളരുന്ന സാഹചര്യം ഉണ്ടായിട്ടും കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിലയ്ക്ക് നിർത്താനോ പ്രതിരോധിക്കാനോ ഈ രണ്ട് പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല. പി ജയരാജൻ്റെ പുസ്തകം കേരളം വളരെ കൃത്യമായി ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ പി ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ സിപിഎം കാണാൻ ഇടയില്ല എന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ലോകത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ പ്രശ്നം തന്നെയാണ്. പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്തല്ല ഭീകരവാദ പ്രസ്ഥാനങ്ങളെ നേരിടേണ്ടത് എന്ന BJP ആശയത്തിന് സ്വീകാര്യതയേറുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ മറ്റൊരു കാര്യം. ഇതിന് സ്വീകാര്യതയേറുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ പി ജയരാജൻ്റെ പുസ്തകം ഇത്തരത്തിൽ BJP ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു ക്രൈസ്തവ മുഖപത്രം എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന ദീപികയുടെ മുഖപ്രസംഗമായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം. പക്ഷപാതപരമായ രാഷ്ട്രീയ റിപ്പോർട്ടിംഗ് കേരളത്തിലെ പൊതുബോധത്തെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞ മാധ്യമങ്ങളെയും വിമർശിക്കുന്നുണ്ട്. ഏതായാലും CPM-നെയും കോൺഗ്രസിനെയും വളരെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. കോൺഗ്രസ് കാലാകാലങ്ങളായി ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നു. അതുപോലെ തന്നെയാണ് CPM-ഉം. രണ്ട് പാർട്ടികളെയും വളരെ കടുത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ദീപികയുടെ മുഖപ്രസംഗം ഇന്ന് വന്നിരിക്കുന്നത്. സ്മൃതി, ശരി. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.